അസ്സലാമു അലൈക്കും. ഞാൻ ഷിഹാബ് സുജായി. കണ്ടില്ലേ, ഇത് നമ്മളെ 2ാം വാർഡിലെ മെമ്പറെ വീട്ടിലേക്കുള്ള വഴിയാട്ടോ. ഇവിടെ ഞാനെന്തെങ്കിലും പറയുമ്പോൾ ആർക്കും ദേഷ്യമൊന്നും പിടിക്കണ്ട. കണ്ടില്ല, ഇവിടൊക്കെ നമ്മളെ പൈപ്പ് ലൈനൊക്കെ ഇട്ടതാണ്. ജലമിഷൻ്റെ ഭാഗമായിട്ട് പൊളിച്ച ഭാഗങ്ങളാണ്. കണ്ടില്ല, ഇത് പൈപ്പ് ഇട്ടാളെ കംപ്ലീറ്റ് പാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാ. നമ്മളെ ഇപ്പോഴത്തെ മെമ്പറെ വീട്ടിലേക്കുള്ള വഴിയാണ്. മെമ്പറെ വീട് വരെ കോൺക്രീറ്റ് ഉണ്ട്. അവിടെയൊക്കെ പാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് എത്തിപ്പെട്ടുള്ള മുൻ വാർഡ് മെമ്പറെ വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതുവഴിയൊക്കെ ജലമിഷൻ്റെ ഭാഗമായിട്ട് പൊളിച്ച ഭാഗങ്ങളാട്ടോ. അതൊക്കെ കംപ്ലീറ്റ് വൃത്തിക്ക് പാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല. കണ്ടാ, ഇപ്പോൾ നിലവിലുള്ള മെമ്പറെ വീടിൻ്റെ അടുത്തുള്ള വഴിയും അടിപൊളിയാണ്. മുൻ വാർഡ് മെമ്പറെ വീട്ടിലേക്കുള്ള വഴിയും അടിപൊളിയാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് നല്ല വൃത്തിക്ക് പാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോളി, കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല. കണ്ടാ, ഒരു കുഴിയ ഒന്നുമില്ല. കണ്ട, നല്ല വൃത്തിക്ക് നല്ല പാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ മുൻ വാർഡ് മെമ്പറെ വീട്ടിലേക്കുള്ള ഭാഗമാണ്. ഓക്കെ, അത് അടക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണ റോഡ് കോൺഗ്രസ്സിന് ഒരു സ്വാധീനമില്ലാത്ത ഒരു ഏരിയയാണിത്. അപ്പോൾ ആ റോഡിൻ്റെ ഒരു അവസ്ഥ കിട്ടാം. ജലമിഷൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട് അങ്ങനെ ഇട്ടെറിയിട്ട് പോയിട്ടുണ്ട്. കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ് കഴിക്കാൻ. ഞാൻ പറയുമ്പോൾ ആരും ദേഷ്യം പിടിക്കൊന്നും വേണ്ട. ചൊറിയണവർക്ക് ചൊറിയാം, മാന്തവർക്ക് മാന്താം. അത്ര തന്നെ. കണ്ടില്ലേ, ആകെ കുണ്ടും കുഴിയാണ് ചെയ്യുന്നത്. യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യണം. അത്ര കണ്ടില്ലേ, വെട്ടി പൊളിച്ച് എടുക്കണം കംപ്ലീറ്റ് റോഡ്. ഇതിൻ്റെ ബാക്കി ഇതിനാ കുറച്ച് അപ്പുറത്ത് വളരെ മോശമാണ്. കണ്ടില്ലേ, ജലമിഷൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ടതും അല്ലാതെ തന്നെ കുറേ പാച്ച് ചെയ്യാണ്ടൊക്കെ പോയി. കണ്ടില്ലേ, കണ്ടില്ലേ, ഈ റോഡിൻ്റെ ഒക്കെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇതുണ്ട്, ജലമിഷൻ്റെ ഭാഗമായിട്ട് പൊളിച്ചതും അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഇപ്പം കാണിച്ചു തരട്ടെ. മിനിറ്റ്, കണ്ടില്ലേ, നമ്മളെ റോഡിൻ്റെ ഒരു അവസ്ഥ ഇത് കാണാം. വളരെ പ്രശ്നമാണ്. ഇതൊക്കെ ഞാൻ കുറെ കാണിച്ചതാണ്. എന്നാലും ആർക്കും വെറുപ്പൊന്നും വിചാരിക്കണ്ട. അതൊക്കെ തുറന്ന് കാണിക്കും. നമ്മളിങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടില്ലേ, ആ പ്രശ്നമാണ്. ഇതിൻ്റെ ബാക്കിയാണ് കുറച്ച് അപ്പുറത്ത്. ഇവിടെ ഒരു സ്വാധീനമില്ല കോൺഗ്രസ്സിന്. അതിൻ്റെ പേരിൽ ഇവിടേക്ക് റോഡില്ല, വഴിയില്ല, ഒരു പണ്ടാറമില്ല. ഇത് വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ട് നമ്മൾ യാത്ര ചെയ്യണം. അടുത്ത സാധനം നോക്കും. ശരിക്ക് ഒരു റോഡ്, നമ്മളെ നാട്ടിലെ റോഡ്, നമ്മളെ പരിസരത്ത് റോഡ് വരണമെങ്കിൽ ഓരോ വഴികളിലും ഓരോ മെമ്പർമാർ വരണം. അപ്പോഴാണ് ഇവിടെ റോഡ് വരുള്ളൂ. കാരണം അതാണിപ്പോൾ ഞാൻ കാണുന്നത്. കാരണം ഒരു വഴിയുടെ ഒക്കെ കോലം നോക്കി നിങ്ങൾ. വാർഡ് മെമ്പറെ വീട്ടിലേക്കുള്ള വഴികളും മുൻ വാർഡ് മെമ്പറെ വീട്ടിലേക്കുള്ള വഴിയും ഇപ്പം നിലവിലുള്ള മെമ്പറെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് പാച്ച് ചെയ്തിട്ടുണ്ട്. ഓ പഹരെ, ഇത് കണ്ടിലൊക്കെ എടുക്കണ്. ഞങ്ങളും കഷ്ടപ്പെട്ട് തന്നെ യാത്ര ചെയ്യണം കേട്ടാ. ജനങ്ങളെ മണ്ടന്മാരാക്കരുത് നിങ്ങൾ കേട്ടാ. വെളിയങ്കോട് 2ാം വാർഡിലൊരു അവസ്ഥയാണ് ഈ കാണുന്നത്.